സത്യദേവൻ, DYSP, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. പോരാന്നോ? എന്താ കുഴപ്പം? പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഒരു വിജിലൻസ് ഓഫീസറുടെ ലുക്കില്ല. അല്ലെങ്കിലേ ലുക്കിലൊന്നുമല്ല കാര്യം, പെർഫോമൻസിലാ കാര്യം. ഇന്ന് എന്റെ പെർഫോമൻസ് കണ്ട് ആ ഗോപാലൻ ഞെട്ടും. ആ ഓഫീസ് ഞാൻ ഇളക്കി മറിക്കും. ഗോപാലിനെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലാ. അയാൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളില്ല. അതുകൊണ്ട് അയാളെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. ഓരോ വാക്കും അളന്നു ഉപയോഗിക്കണം. ഗോപാലിന് എന്തെങ്കിലും സംശയം തോന്നിയാ അയാള് ആ ഓഫീസിൽ തന്നെ നമ്മുടെ സമാധി പണിയും. അതെ, ഇത് ഞങ്ങൾ ആദ്യമായിട്ട് നടത്തുന്ന പരിപാടിയൊന്നുമല്ല. അല്ല, എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. അതിന് കുട്ടി എന്തിനാ ഞങ്ങളുടെ കൂടെ വരുന്നേ? ഞങ്ങളുടെ ടീമിന്റെ ഭാഗമല്ലാത്തവരെ കൂട്ടി ഞങ്ങൾ ഒരു കളിക്കും പോകാറില്ല. ഈ പ്ലാൻ ഉണ്ടാക്കി നിങ്ങളുടെ കൈ തന്നത് ഞാനാണെങ്കിൽ ഇത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നും എനിക്കറിയാം. പിന്നെ അവിടെ വെച്ച് ഗോപാലിനെ കണ്ട് നിങ്ങളുടെ മുട്ടടിച്ചാലേ സഹായിക്കാൻ ഒരാള് വേണ്ടേ? അങ്ങനെ കണ്ട ക്രിമിനലുകളെ പേടിക്കണവനല്ല ഈ സത്യദേവൻ. പിന്നെ കൊച്ചി 2 തവണ അയാൾക്കിട്ട് പണി കൊടുത്തു എന്ന് കരുതി എല്ലാ തവണയും വിജയം കൈവരിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ പറയണത് പിന്തുടർന്നാൽ മതി. ഒന്നുമല്ലേലും ഈ കളിയിൽ ഞങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സ് അല്ലേ? ഓ, അങ്ങനെ സ്വയം വിശ്വസിപ്പിക്കണമെങ്കിൽ ആയിക്കോളൂ. എന്തായാലും നിങ്ങൾ ഓഫീസിൽ കയറിയ ഉടനെ ഒരു മാസ് എൻട്രിയും ബഹളവും ഒക്കെ ഉണ്ടാവണം. എന്തിനാണ് ഈ മാസ് എൻട്രിയും ബഹളമൊക്കെ? ഒരു സാധാരണ വരുമ്പോലെ വന്നാ പോരെ. എനിക്ക് ഈ ഷോയിലൊന്നും ഒരു താല്പര്യമില്ല. അത് പോരാ, നിങ്ങളൊരു വിജിലൻസ് ഓഫീസർ ആണെന്ന് എല്ലാവരും വിശ്വസിക്കണ്ടേ? ശരി, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പോവാം. ഹലോ, ഞാനാണ് സീനിയർ. ഫ്രണ്ടിൽ ഞാനിരിക്കും. കഷ്ടം. എവിടെയാണെന്ന് വെച്ചാ ഇരുന്നോളൂ. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ. എങ്ങോട്ടാ? ഐ ആം സത്യദേവൻ, DYSP, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. ഓ, അപ്പൊ ഇവരാണ് മുതലാളി പറഞ്ഞ ആ ഉടായ്പ പാർട്ടി. അതിനെന്നോ? ഞങ്ങൾ ആരാണെന്ന് അറിയുമ്പോ ഇതിലും വലിയ റിയാക്ഷനാണ് സാധാരണ ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. അയ്യോ, ഇത് മതിയോ? ഇന്ന് ആരെയാണോ കണി കണ്ടത്? മൊത്തം നാണക്കേടാണല്ലോ. അതെ, ഞങ്ങള് നിങ്ങളുടെ മുതലാളിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വന്നതാ. അതേ സമയം എടുക്കൂല, വേഗം കേറിയിട്ട് അപ്പൊ തന്നെ ഇറങ്ങിക്കൊള്ളാം. വാറണ്ടുണ്ടോ? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേ വെറുതെ അങ്ങ് കയറി ചെന്നിട്ട് പരിശോധന നടത്താൻ പാടില്ല എന്ന് റൂൾസ് ഇല്ലേ? ഉണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നടാവേ, ഒരു വാച്ച്മാൻ ഇത്രയും വിവരോ? ഇവനൊക്കെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ കൂടെ 2 എണ്ണം ഉണ്ട്. സാറേ, ഓഫ് കോഴ്സ് ആയിട്ട്. അയ്യോ, മര്യാദയുടെ ഭാഷ സംസാരിച്ചാലൊന്നും നിനക്കൊന്നും ഒരു വിലയും ഇല്ലല്ലേ? ഇവന്മാരെയൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്താലേ ശരിയാവൂ സാറേ. മാറിക്കടോ, മാറി നിൽക്കാൻ. സാറുവാ, സത്യത്തിൽ ഈ കുട്ടി ഇടിക്കണേക്ക് മുമ്പ് ഞാൻ ഇടിക്കാൻ വേണ്ടിയിരുന്നേ. നേര് ഫോളോ. വരുന്നവനെയൊക്കെ ഒന്ന് പെരുമാറി വിടുന്നുള്ളൂ. എന്താടോ? താഴെ വിജിലൻസിൽ നിന്നാണ് പറഞ്ഞ് ചിലരൊക്കെ വന്നിട്ടുണ്ട്. എന്നെ ഇടിച്ചിട്ട് മുകളിലോട്ട് വരുന്നുണ്ട്. അവരെ കണ്ട എങ്ങനെ ഇരിക്കും?
ഒരുത്തനെ പാടത്ത് കോലം വെച്ച പോലെ ഇരിക്കും. DOSP ആണെന്നൊക്കെ പറയുന്നേ. ഓ, അപ്പൊ ഗിരി പറഞ്ഞ ശരിയാണല്ലേ, അവര് ഫ്രോഡാ. പിന്നെ സാറേ, അവരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്. അവള് കിടിലോ. എന്റെ വയറ്റിൽ ഒറ്റ ഇടിയിടിച്ചിട്ടേ എന്തൊരു വേദനയാ. ആ, അപ്പൊ മഹിമ അവരുടെ കൂടെ ഉണ്ടച്ചാ. ഇതിനേക്കാൾ നല്ലൊരു അവസരം നമുക്ക് ഇനി കിട്ടില്ല. പോലീസ് വരുന്നത് വരെ അവളടക്ക എല്ലാരെയും നമുക്ക് തല്ലിച്ചതയ്ക്കാം. താൻ ഒരു കാര്യം ചെയ്യേ, വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടോ. പോലീസ് വന്ന് എത്ര നിർബന്ധിച്ചാലും ഒരു കാരണവശാലും വാതിൽ തുറക്കരുത്. ശരി സാർ. ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ആ സത്യദേവനും കൂട്ടർക്കും എന്റെ തല്ലു കൊള്ളാനുള്ള യോഗമുണ്ട്. ഈ ഓഫീസിനകത്തേക്ക് കയറുന്നത് അവരുടെ ഇഷ്ടം, പുറത്ത് വിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടമാണ്. നമ്മുടെ കമ്പനിക്ക് പല രീതിയിലും നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് മഹിമ. ഇപ്പോ അവള് 2-3 നാടകക്കാരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. വീണ്ടും ഷോ കാണിച്ച് നമ്മളെയൊക്കെ പറ്റിച്ച് കടന്നു കളയാൻ അവളുടെ വിചാരം. അവളുടെ തെറ്റിദ്ധാരണകളൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കണ്ടേ? അവളോ അവളുടെ കൂട്ടാളികളോ ഇവിടുന്ന് നേരെ ചൊവ്വേ നടന്നു പോകരുത്. നല്ല പൊട്ടിക്കൽ വെച്ച് കൊടുക്കണം. അവരുടെ പുറകെ മഞ്ജു പോലീസുമായിട്ട് എത്തും. മഞ്ജുവിനെ പുറത്ത് തടയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോണില്ല. മഞ്ജു ഇവിടെ എത്താനെടുക്കുന്ന സമയം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അത് നന്നായിട്ടങ്ങ് ഉപയോഗിച്ചോളാം. ഗ്രേസിയും സരിതയും ക്യാബിനിൽ പോയിരുന്നു. ഓ ശരി സർ. അച്ഛാ, ദേ അവരെത്തി. ആ, I am സത്യദേവൻ, DYSP, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. എവിടുന്ന് കിട്ടിയ ഈ നാടകക്കാരനെ? DYSP ആണ് പോലും. കുറെ കാലമായിട്ട് നിനക്കൊരു പണി തരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാ അതിനുള്ളൊരു അവസരം കിട്ടിയത്. സത്യം പറഞ്ഞ നീ ഇത്ര ഈസി ആയിട്ട് കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നിന്റെ നാടകമൊക്കെ പൊളിഞ്ഞു മോളെ. ഗിരി ഞങ്ങളെ വിളിച്ച് നിന്റെ പ്ലാൻ എല്ലാം പറഞ്ഞു. മഞ്ജു, നിന്നെയും കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പുറകെ വരുന്നുണ്ട്. പക്ഷേ അവരെ ഞാൻ അത്ര പെട്ടെന്ന് അകത്തേക്ക് കയറ്റി വിടൂല. നിനക്ക് മറക്കാൻ പറ്റാത്ത ഒരു ശിക്ഷ തന്നിട്ടേ അവരെ ഞാൻ അകത്തേക്ക് കയറ്റൂ. ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരുടി. മതി. ഈ സത്യദേവന്റെ മുമ്പിൽ വെച്ച് ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം തനിക്ക് എവിടെ നിന്ന് കിട്ടി? ഒന്ന് പോടാ. പൂക്കൃതരം കാണിക്കരുത്. ഞങ്ങള് മര്യാദക്ക് ചോദിക്കാൻ വന്ന കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഞങ്ങളങ്ങ് പൊക്കോളാം. ഡ്യൂട്ടി ചെയ്യാൻ വന്നവരോട് മര്യാദക്ക് വേണം പെരുമാറാൻ. ഇങ്ങനെ പെരുമാറിയാ മതിയോ? മിണ്ടാതെ അവിടെ എങ്ങാൻ പോയിരുന്നോളാം. ഇവനൊക്കെ വിജിലൻസ് ഓഫീസറാണെന്ന് വിശ്വസിക്കാൻ മാത്രം ഞങ്ങളൊക്കെ മണ്ടന്മാരാന്ന് നീ കരുതോടി. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസും ഷോയും. ഈ ബോഡി ഷേമിംഗ് ചെയ്യുന്നത് തെറ്റാണെന്ന് സാറിന് അറിയില്ലേ? ഇനി ഇങ്ങേർക്ക് അറിയില്ലെങ്കിൽ തന്നെ മോള് വേണ്ട ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആളുകളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വലിയ സമയമൊന്നും കിട്ടിക്കാണില്ല. സാരമില്ല, ഇന്ന് ഞാനെല്ലാം നന്നായിട്ട് പഠിപ്പിച്ചു തരാം. വന്നപ്പോ മുതലേ നിന്റെ ഷോ ഞാൻ കാണാൻ തുടങ്ങിയതാ. ഈ ശരീരവും വെച്ചോണ്ട് 5 ഡയലോഗ് പറയാൻ നോക്കുന്നടാ